ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അല്ല ന്യൂ വ്ളോഗാണ്. കാരണം ഞാൻ ലാസ്റ്റ് ഇട്ടത് എങ്ങാണ്ട് എന്തോ ജാനുവരിയിൽ കണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കൺസിസ്റ്റൻസി കുറവാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കും. പക്ഷെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടു പോയി. കാരണം എന്താ പറയുക, നമുക്ക് ഫുൾ ടൈം ആയപ്പോഴത്തേക്ക് സമയം കിട്ടാണ്ടായി. പണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത് പിന്നെ റെസ്റ്റാണ്. പിന്നെ ഒരു 5 ദിവസം കണ്ടിന്യൂസ് പണി, 2 ദിവസം റെസ്റ്റ്. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും വ്ളോഗ് ഇടാനും കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കണ്ടന്റൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതിനുള്ള ആവതില്ല, വയ്യ. അപ്പം ഇന്ന് നല്ല മഞ്ഞുണ്ട് വെളിയിൽ, ഭയങ്കര മഞ്ഞ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഞങ്ങളുടെ MBA സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷൻ ഇന്നാണ്, സെപ്റ്റംബർ 6th. അപ്പം അതിന് പ്രിപ്പറേഷനാണ്. രാവിലെ കാപ്പി കുടിച്ചിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റായിട്ട് നിൽക്കണം. അപ്പം നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരൻ വരും, ഞങ്ങളുടെ പാകിസ്ഥാനി കൂട്ടുകാരൻ വരും, വാസിക്ക് വരും. നമ്മളന്ന് വീഡിയോയിൽ കണ്ടല്ലേ, ആ പുള്ളിക്കാരൻ വരും. അപ്പോൾ അവൻ്റെ കൂടെ നേരെ കോളേജിലേക്ക് പോകണം. അവിടെ നിന്ന് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കണം. ഇനിയിപ്പം കാപ്പി കുടിച്ചിട്ട് എന്തായാലും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകണം. അപ്പം ബാക്കി അങ്ങോട്ട് കാണാം. അങ്ങനെ ഗായ്സ്, എല്ലാം സെറ്റായിട്ടുണ്ട്. സ്യൂട്ടൊക്കെ ഇട്ട് ഫിറ്റാണ്, എല്ലാം കറക്റ്റാണ്. അപ്പം അങ്ങനെ വാസിക്കെല്ലാം വന്നിരിക്കുകയാണ്. എല്ലാവരും പ്രിപ്പറേഷനിലാണ്. അവിടെ ഇതിനൊക്കെ എന്തൊക്കെയോ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. സോ നമ്മൾ ഇവിടുന്ന് നേരെ കോളേജിൽ കഴിഞ്ഞിട്ട് പോവാണ്. അവിടെ പോയിട്ട് ബാക്കി എന്താണെന്നൊക്കെ നോക്കാം. എനിക്കറിയില്ല എന്താണ്, എങ്ങനെയുണ്ട് ഗൈസ്, നമുക്ക് ഉള്ളതല്ലേ, നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഗൈസ്, ഞങ്ങളുടെ അടുക്കള അങ്ങനെ ഇരിക്കുന്നതിൽ ആർക്കും ഒന്നും തോന്നരുത്. കാരണം ഞങ്ങൾ ഷിഫ്റ്റിങ്ങിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ അതിന്റെ വേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ഗൈസ്, ഞങ്ങൾ നല്ല വൃത്തിയുള്ളവരാണ്. സത്യം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കോളേജ് ലൈൻ എത്തി. ഇപ്പം എന്താ പറയുക, ഇനി ആരെങ്കിലും കണ്ടുപിടിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. കൈ പൊക്കി പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, കൂട്ടുകാരൻ ഭയങ്കര ടൈറ്റ്. അപ്പം ഇനി നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾക്ക് ഗൗണെല്ലാം കിട്ടി, എല്ലാം സെറ്റായി. ഉണ്ട് ഇവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഗൈസ്? അതുകൊണ്ട് ഇവിടെ ചെറുതായിട്ട് കുറെ നാളായി ഇങ്ങനെ വെച്ചല്ലോ എടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ബാക്കി അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ അസ്ലാമിനെ കണ്ടുപിടിച്ചു, നമ്മൾ അതുലിനെ കണ്ടുപിടിച്ചു. നമ്മൾ എല്ലാവരും ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, നമ്മൾ കോളേജിലെ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഇവിടെ എല്ലാവരും പങ്കാളിയാൻ പറ്റിയില്ല. അതെ, പങ്കാളിയാകുന്ന വിഷമമുണ്ടോ ഗൈസ്? 1 വർഷത്തിന് ശേഷം ഇങ്ങനെ കാണുന്നത് അല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയി. ഞങ്ങൾ ഇതാ ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നു. ഇപ്പൊ ഒറ്റയ്ക്ക് പഠിച്ചു ജയിച്ചാണോ? ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നവരാണ്. അതെ, അപ്പൊ അങ്ങനെ ഗൈസ്, ഇപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് സെന്റ് ആൻഡ്രൂസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ഇവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എന്റെ ഫോട്ടോ ഏതൊക്കെ ക്യാമറയിലുണ്ട്, ഏതൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കും. അവിടെ എല്ലാ ഫോട്ടോസും വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക, ഷെയറും. ഓക്കെ, അങ്ങനെ ഗൈസ്, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫോട്ടോസ് ഇവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോട്ടോസ് എവിടെയൊക്കെ ഏതൊക്കെ ഫോണുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം തിരിച്ച് വാങ്ങിക്കണം. അപ്പം ഇനിയിപ്പം നമ്മൾ സെൻറ്റ് ആൻഡ്രൂസ് ബസ്സിൽ കയറി. ജസ്റ്റ് ലാസ്റ്റ് ബസ്സായിരുന്നു പറഞ്ഞായിരുന്നു. സെക്കൻഡ് ക്ലാസ് ആയിരിക്കും ഇത്. വേറൊരു ബസ്സിൽ വരുമായിരിക്കും. നമ്മളേരെ അങ്ങോട്ട് വിളിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടാണ് ഇപ്പോൾ എല്ലാവരും വരാൻ പോകുന്നത്. എൻ്റെ റൂംമേറ്റ്സ് എല്ലാം അങ്ങോട്ടാണ് വരാൻ പോകുന്നത്. അങ്ങോട്ട് പോയിട്ട് വെച്ച് വിളിക്കാം. ഞാൻ കാണാം.
അങ്ങനെ കഴിച്ച് നമ്മൾ സെൻറ് ആൽബൻസ് എത്തി, ചർച്ചിൽ എത്തി, കത്തീഡ്രലിൽ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും 2 മണിക്കെങ്ങാണ്ട് കയറുന്നു. അപ്പം അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ആൾക്കാർ വരുന്നേ ഉള്ളൂ, എല്ലാവരും വരുന്ന വഴിക്കൊണ്ടിരിക്കുകയാണ്, വരുന്ന വഴിയിലിരിക്കുകയാണ്, വരും. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. മിക്കവാറും ഇത് ലാസ്റ്റായിരിക്കാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി, ഈ കഴിച്ചിനെ പറ്റി എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. സന്തോഷം. ഫസീഖ്, how about the graduation day? What's the question? How about the graduation day? How you feel? I feel the same. Same? No, it's good. Again, meeting old classmates. Yeah. Everyone, it's good. അതാണ്. ഇപ്പോൾ എല്ലാവരും നല്ല ഒരു, ആക്ച്വലി എനിക്കൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എക്സൈറ്റ്മെൻറ്റ് ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, എനിക്കറിയില്ല. ഒരു വല്ലാത്തൊരു മിക്സഡ് ഫീലാണ്. നിങ്ങൾക്ക് എന്താ പറയാം കഴിച്ചിനെ പറ്റി? നല്ല അഭിപ്രായം. അല്ലേ, എല്ലാവർക്കും ഇത് തന്നെ അഭിപ്രായം, നല്ല അഭിപ്രായം. ഞാൻ ചോദിക്കേണ്ട, പിന്നെ ബാക്കി ആരൊക്കെ വരുന്ന നോക്കാം. എന്തായാലും പറഞ്ഞായിരുന്നോ? കണ്ടന്റ് ആയല്ലോ, ഒരു മാസത്തേക്ക് ഓടിക്കാം. നോക്ക് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പള്ളി. 35 ലക്ഷം കൊടുത്ത് മേടിച്ച പള്ളി. 35 ലക്ഷം കൊടുത്തോ നീ? അല്ല, അത്രയാറിയില്ല. അയ്യോ, അത് പറയണോ? പറഞ്ഞോ, ഇപ്പൊ പറ്റുള്ളൂ. ഇത് കിട്ടി, അതുകൊണ്ട് ഇത് അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ റൂംമേറ്റ്സ് എല്ലാവരും വന്നു. പിന്നെ ബേസിൽ, ചോജു, അവിടെ എബിൻ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചർച്ചിൽ കയറാൻ പോവാണ്. വട അപ്പം ഇങ്ങനെ ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചർച്ചിൽ കയറി. ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടെ നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല. സിക്കും ലിയോണൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ സംഭവത്തെ തന്നു. എൻ്റെ പേര് കേട്ടോ, ജോൺ തോമസ്. ഇതൊക്കെ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അറിയാൻ സംസാരിക്കാൻ പറ്റില്ല, പള്ളിയാണല്ലോ യൂഷ്വലി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. 2:45 തുടങ്ങും. അതുവരെ go Hearts as loud as you can. Just for practice. 1, 2, 3, go! Hearts! Okay. Not bad. But for this group of graduates, Hakeem John Thomas. New Zealand. ആരാ അങ്ങനെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കാണ്. 15 ലക്ഷം കൊടുത്തിട്ട് നല്ല ഒന്നാം ലക്ഷക്കണക്ക് പറഞ്ഞു. ലക്ഷക്കണക്ക് ഞാൻ പറയും. അന്ന് ഒന്നും എടുക്കും. അങ്ങനെ ആ സാധനം കിട്ടി. ഇങ്ങോട്ട് ആ സാധനം കൈപ്പടിയിൽ ഒതുക്കിയിട്ടുണ്ട് അവനെ. അതെന്തുവാടാ? ഇതിനകത്തൊന്നുമില്ല, തുറന്ന് വായിച്ചു നോക്കണം. ഇതിനകത്ത്
appreciation letter. Congratulations, you have graduated. We are so proud of you. Hertz graduates things big, stand out and are creating positive change in society എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അങ്ങനെ എനിക്കുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സേഫ് ആക്കിയിട്ടുണ്ട്. വെളിയിലിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് അടുത്ത പ്ലാൻ എന്താ നോക്കണം. തൊപ്പി വലിച്ചെറിയണം. അതിലേക്ക് കടക്കാൻ പോവാണ് guys. അപ്പൊ അങ്ങനെ ബാക്കി നമുക്ക് നോക്കാം. അപ്പം ഞങ്ങളിവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. മവനുണ്ട് ഇവിടെ. സോ ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാന്ന് അറിയില്ല. മിക്കവാറും പാക്കപ്പാണ്. ആ ഞാൻ എടുത്തരാലോ സോളാ. എന്റെ സോളോ ഞാൻ ഇപ്പൊ നിന്നെ എടുത്ത പോലെ. ആ അങ്ങനെ കഴിച്ച് ഇവിടുത്തെ ഫോട്ടോ എടുപ്പം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഗൗൺ കൊടുക്കുവാണ്. അതായത് വാടകയ്ക്കാണ് സംഭവം എടുക്കുന്നത്, റെന്റിനാണ് എടുക്കുന്നത് ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഗൗണൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചു. ഞാൻ തോന്നുന്നു ഞാനാണ് ലാസ്റ്റ് കൊടുക്കുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാവരും ഒരാളും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഗൗൺ കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി ഇവിടെ വരെയാണ്. ഇനി ഏത് വർഷം ഏത് നൂറ്റാണ്ടി കാണാൻ പറ്റുന്ന അറിയത്തില്ല. ശരിയാ, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാണത്തില്ല, ഉറപ്പായിട്ടും കാണത്തില്ല. ഇനി വല്ല കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം. എന്നാലും ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നല്ല സെറ്റായിട്ട് നല്ല രീതിക്ക് നല്ലൊരു ചർച്ച്, അവിടെ നല്ല രീതിക്ക് യൂണിവേഴ്സിറ്റിയാണ് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തത്. ചില യൂണിവേഴ്സിറ്റിയിലൊന്നും നല്ല പ്രോപ്പറായിട്ടൊന്നും ഇത് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും വന്ന ഗസ്റ്റിനെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈസ്റ്റ് ലണ്ടനിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഒന്നും എനിക്കൊന്നും പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു സിറ്റി. പക്ഷേ ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഗസ്റ്റിനെ നടുക്കിരുത്തിയിരിക്കുന്നതുകൊണ്ട് ഗ്രാജുവേഷൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അടിപൊളിയായിരുന്നു. അത് ചർച്ച് നൈസ് ഫുള്ള്. ഇപ്പോൾ ഇവര് ഫുൾ വീഡിയോ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും. ഞാൻ ഫുൾ വീഡിയോ അങ്ങനെ പറ്റുന്നത്ര ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ എത്രേ ഉള്ളൂ. ആ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ശരി, കാണാം. ശരി, എന്നാൽ കാണാം. ശരിയാ, ശരി, കാണാം. അങ്ങനെ കഴിച്ച് ഞങ്ങൾ കോളേജ് ടൈമിലെത്തി. ഇനിയിപ്പം നല്ല തലവേദനയുണ്ട്. എനിക്ക് രാവിലെ തൊട്ട് ഇറങ്ങിയ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ തലവേദന. അപ്പം ഞങ്ങൾ നേരെ ലൂട്ടിലേക്ക് വിടുകയാണ്. നമ്മുടെ വസ്തിക്ക് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേണ്ടതാണ്. ഇനിയും കുറേ നാൾ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ, കുറേ നാളല്ല, ഈ ഇടയ്ക്ക് തന്നെ അടുത്തൊരു വീഡിയോ ഇടണം എന്ന് തോന്നുന്നു, എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ പറ്റില്ല, സമയത്തിന്റെ ഇത് സമയത്തിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റാറില്ല. മാക്സിമം ഞാൻ ശ്രമിക്കും. മറ്റന്നാൾ നമ്മൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ അതും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. ബൈ.